أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لطيف بعباده. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. من كان يريد حرث الآخرة نزد له في حرثه. حفظين إنت قول وركه. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. الله لطيف بعباده. الله لطيف بعباده. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. حسبي بجل الله. حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله. രണ്ട് കാര്യമാണെന്ന് ക്ലാസ്സിൽ പറയാം. ഒന്ന്, ദാരിദ്ര്യം ചിലപ്പോൾ മസ്ലഹത്തായിരിക്കും, ചിലപ്പോൾ ഗിനയും മസ്ലഹത്തായിരിക്കും. ഇത് രണ്ടിൻ്റെയും ഇടയിലെ ഒരു സംഗതി ഇത്വാഅത്താണ്, അതായത് റബ്ബിനെ അംഗീകരിച്ച് വഴിപ്പെടൽ. ഇനി റബ്ബ് ഇങ്ങോട്ട് നീക്കാം അങ്ങോട്ട് നീക്കാം, അത് മസ്ലഹത്താണ്, റബ്ബിന് വിട്ടുകൊടുക്കും വേണം. നമ്മൾ ഒരു കാര്യം, രണ്ടാമത്തെ രണ്ട് കാര്യം ക്ലാസ്സിലുള്ളത്. ഒന്ന്, ചിലപ്പോൾ ദാരിദ്ര്യം മസ്ലഹത്തായിരിക്കും, ചിലപ്പോൾ ഗിന മസ്ലഹത്തായിരിക്കും. നീ ആകുലപ്പെടേണ്ടത്, വ്യാകുല ചിത്തനാവേണ്ടത് ദാരിദ്ര്യത്തിലല്ല, അള്ളാഹുവിൻ്റെ ഇത്ആത്തിൽ കമ്മി വരുന്നതിനാണ്. ഉദാഹരണം പറയാം. അപ്പോൾ ഇന്നലെ രാത്രി വെള്ളിയാഴ്ച രാവല്ലേ ആണോ അല്ലേ? ആ, സാധാരണ ചെയ്യുന്ന അമൽ മതിയാവൂല, വെള്ളിയാഴ്ച രാവിന് കുറച്ചും കൂടി കൂടണം. അതേ സമയത്ത് കഴിഞ്ഞില്ല, അപ്പം കരഞ്ഞു. അത് അല്ലാഹു ദൂരെയാക്കിയത്. ഞാൻ ദുആ കഴിഞ്ഞ് അസ്മാഉൽ ഹുസ്ന കഴിഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ? ഞങ്ങൾ നിനക്ക് ചെയ്തെന്നല്ല, നീ ഞങ്ങൾക്ക് ചെയ്തെന്നതാണ്. ഒരിക്കലും ഇബാദത്ത് നമ്മൾ റബ്ബിന് ചെയ്തതാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്, അവിടെ പൊട്ടും. മറക്കരുത്, ഇതൊക്കെ ബേസിക് പ്രിൻസിപ്പിളാണ്, ഒരിക്കലും മറക്കരുത്. ഇബാദത്ത് നമ്മൾ അല്ലാഹുവിനെ സമർപ്പിക്കുകയാണെങ്കിലും ഇബാദത്ത് ഒരു ഇരുമ്പ് അവിടെ നിന്ന് വിളകിയപ്പോഴത്തേനെ അങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇത് തലേ കയറുക? മനസ്സിലായില്ല. അതായത് എന്താ ലാസ്റ്റ് പറഞ്ഞേ? ശ്രദ്ധ തെറ്റിപ്പോയി. എന്താ പറഞ്ഞേ? നിങ്ങളാണ് നോക്കി എൻ്റെ ശ്രദ്ധ തെറ്റും. എന്താ പറഞ്ഞേ? അതായത് അള്ളാഹിൻ്റെ തൗഫീഖാണ്. നമ്മൾ ഈ നിസ്കാരം അള്ളാഹ്ക്ക് ചെയ്തു കൊടുത്തതല്ല, ചെയ്തത് ആർക്ക് തന്നെയാണ്? അള്ളാഹ്ക്കാണ്. ഇന്ന് മാറ്റണം നിലപാട്. രണ്ട്, പിന്നെന്താണത്? അത് ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകണം. നമ്മളെ അയൽവാസി അയമൂട്ടി നിസ്കരിക്കൂല, ഓൻ അള്ളാഹ്ക്കൊന്നും ചെയ്യാതിരിക്കില്ല, അള്ളാഹു അവന് ചെയ്യാതിരിക്കണം. മനസ്സിലായില്ലേ? കറക്റ്റ് മനസ്സിലാവേണ്ട പറഞ്ഞത്. ഇപ്പോൾ ഞാനൊരു ബാല്യക്കാരനായ കാലം മുതലേ നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. 25 കൊല്ലമായിട്ടാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. നിങ്ങളൊരു മുത്തദയ്യനായ ദീനുള്ള ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും അറിയാം. അള്ളാഹു നിലനിർത്തി തെറ്റ് ഇത് ഇല്ലാത്തവർ നിങ്ങളെ പരിസരത്തുണ്ടാവും. നിങ്ങൾ റബ്ബിന് ചെയ്തു കൊടുത്താലല്ല, റബ്ബ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഉമ്മാൻ്റെ ദ്വാര കാരണം, ഉപ്പാൻ്റെ, അല്ലെങ്കിൽ എന്താണ് കാരണം നമുക്കറിയില്ല. കാരണം ഉണ്ടാവും.
കാരണം എല്ലാം ഉണ്ടാവില്ല. ഇബാദത്തുകൾ നമ്മൾ റബ്ബിന് ചെയ്തു കൊടുക്കല്ല, റബ്ബ് നമുക്ക് ചെയ്തു തരികയാണ്. അള്ളാഹ് വിചാരിച്ചാൽ കുട്ടികളെ, അള്ളാഹ് വിചാരിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ ലോകത്തെ ഏറ്റവും വലിയ സാലിഹും വലിയും കുത്തുബുൽ അഖ്താബും ഈ സെക്കൻഡിൽ ആകോ ഇല്ലേ? ആക്കും. എന്താ വിചാരിക്കുന്നത്? നമുക്കറിയില്ല, അറിയൂല, എനിക്കറിയില്ല. അപ്പോൾ ഇന്നലെ രാത്രി റബ്ബേ എന്ന് പറഞ്ഞിട്ട് കൈ പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞാളാ. റബ്ബേ, നീ എന്നെ എന്തിനാണ് ഇങ്ങനെ അടുപ്പിച്ചത്? ഉറങ്ങിയാൽ കരഞ്ഞാളാ. രണ്ടിനും കരയാം. ഒന്ന്, റബ്ബേ നിന്നെ അടുപ്പിച്ചതിൻ്റെ കാരണം അറിയില്ല. രണ്ട്, റബ്ബിനെ അകറ്റി നിർത്തിയാലോ എനിക്ക് അടുക്കണല്ലോ. അടുക്കാൻ എന്താ വഴി? മനസ്സിൻ്റെ വാതിൽ തുറക്കുക. എടാ, കച്ചവടം പൊട്ടീനെ കരയണ്ട. ചിലപ്പോൾ കച്ചവടം പൊട്ടൽ മസ്ലഹത്തായിരിക്കും. ഞാനൊരു ഹദീസ് പറയാം, കുട്ടികളെല്ലാം എഴുതണം, എല്ലാവരും എഴുതണം. ഹദീസ് എഴുതണേ. ഒക്കെ നിങ്ങൾ മാത്രം എന്തിനാണ് എഴുതുന്നതെന്നാൽ നിങ്ങൾക്ക് ഉപകരിക്കണം, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇൽമു പുറത്തു പോകണം, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ഹദീസ് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഹക്കീം തുർമദി തങ്ങൾ നവാദിറുൽ ഉസൂലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം കിതാബുകൾ എഴുതി ഇമാം ഹക്കീം തുർമദി തങ്ങൾ തൻ്റെ നവാദിറുൽ ഉസൂലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബൂ നുഐം തങ്ങൾ തൻ്റെ ഹില്യത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ തങ്ങൾ തൻ്റെ താരീഖിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഴുതിയൊക്കെ ഇമാം സുയൂത്തി തൻ്റെ തഫ്സീറായ ദുർറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബഗവി തൻ്റെ തഫ്സീറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബൈഹഖി തൻ്റെ അസ്മാ വ സിഫാത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ അസ്മാ വ സിഫാത്ത് എന്നൊരു കിതാബുണ്ട് ഇമാം ബൈഹഖിക്ക്. കിതാബുകളൊക്കെ എഴുതി നോക്കി. ഒന്നൊരു കാര്യം, കിതാബുകൾ പരിചയപ്പെടുക, പിന്നെ അതെടുത്ത് നോക്കുക. ഇമാം ബൈഹഖി തൻ്റെ അസ്മാ വ സിഫാത്തിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ദൈലമി തങ്ങൾ തൻ്റെ ഫിർദൗസിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഹദീസുണ്ട്, ഒരുപാട് അല്ലാതെയും ഉണ്ട്. എന്താണ് ഹദീസിൽ പറയുന്നത്? ഹബീബായ നബി പറയാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മുസ്തഫ നബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് റിപ്പോർട്ടർ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസാണ് റിപ്പോർട്ടർ. മുസ്തഫ നബിയിൽ നിന്ന് ഈ ഹദീസ് കേട്ട് പുറത്ത് പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന അനസാണ് റളിയല്ലാഹു അൻഹു. എന്താണ് അനസ് തങ്ങൾ പറയുന്നത്? സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഹബീബ നബി പറഞ്ഞത്? ഇന്ന മിൻ ഇബാദി, അതായത് യഖൂലുല്ലാഹ്, അല്ലാഹ് പറയുന്നുണ്ട്. ഖുദ്സിയ ഹദീസാണ്. ഇന്ന മിൻ ഇബാദി, എൻ്റെ അടിമകളിലുണ്ട്, മൻ, ചില ആളുകൾ, ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഗിന, സമ്പത്തല്ലാതെ. ഓനെ ഈമാൻ നന്നാകണമെങ്കിൽ ഓൻ മുതലാളിയാകും. ഇന്ന മിൻ ഇബാദി, ഖുദ്സിയ ഹദീസാണ്. അല്ലാഹു പറയാണ്, യഖൂലുല്ലാഹ്, അല്ലാഹു പറയാണ്. ആരാ റിപ്പോർട്ടർ? അനസ് തങ്ങൾ റളിയല്ലാഹു അൻഹു. മുസ്തഫ നബി പറഞ്ഞു, ഞങ്ങൾ കേട്ടു. യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നുണ്ട്. എന്താ റബ്ബ് പറഞ്ഞത്? ഇന്ന മിൻ ഇബാദി, എൻ്റെ ദാസന്മാര് ദാസികളിലുണ്ട്, മൻ, ചില ആളുകൾ, ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഗിന, സമ്പത്തല്ലാതെ. വലൗ അഫ്ഖർതുഹു, ഞാൻ അവനെ ദരിദ്രനാക്കിയാൽ, ലഅഫ്സദഹു ദാലിക, ദാരിദ്ര്യം അവൻ്റെ ഈമാനെ നശിപ്പിച്ചു കളയും. നല്ലോനാ, പക്ഷെ മോലാളി അല്ലാതെ ഒന്നും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അവനെ മോലാളിയാക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? ചിന്തിക്കും. ചില സമ്പത്തിന്റെ പിന്നിൽ അങ്ങനെയുണ്ട്, ചില ദാരിദ്ര്യത്തിന് പിന്നിൽ ഇങ്ങനെയുണ്ട്. ഇന്ന മിൻ ഇബാദി, എൻ്റെ ദാസന്മാരിലുണ്ട്, മൻ, ചില ആളുകൾ, ലാ യുസ്ലിഹു ഈമാനഹു, നോക്ക്, ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഗിന, സമ്പത്തല്ലാതെ. വലൗ അഫ്ഖർതുഹു, ഞാൻ അവനെ ദരിദ്രനാക്കിയാൽ, ലഅഫ്സദഹു ദാലിക, ലഅഫ്സദഹു, മനസ്സിലായില്ലേ? അവൻ്റെ ഈമാനിനെ ഫസാദാക്കി കളയും. ദാലിക, അദാരിദ്ര്യം.
അപ്പോൾ ഞാൻ അവന് എന്ത് കൊടുക്കും? മുതൽ കൊടുക്കും. എന്തേ? അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ഒരു കാരണം ഉണ്ടാവും. അതിനൊരു കാരണം ഉണ്ടാവും. പിന്നെ ഈമാൻ അല്ലാഹു നിലനിർത്തി കൊടുക്കാൻ ഒരു കാരണം ഉണ്ടാവും. ചിലപ്പോൾ അവൻ്റെ ഖൽബിൽ റഹ്മത്ത് ഉണ്ടാവും. മനസ്സിലായില്ല? ഭയങ്കര റഹ്മത്തുള്ളവനായിരിക്കും. നാം മുതൽ പോയവൻ നശിച്ചുകയും ചെയ്യും. അവനാ കൈ കിട്ടിയ ആർക്കും കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? റഹ്മത്തുണ്ട്. ഓൻ പൊളിഞ്ഞാലോ ഈമാൻ തന്നെ പുറത്തു പോകും. എന്നാൽ അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? റഹ്മത്തുള്ളതുകൊണ്ട് ഞാൻ ഒരു ഈമാൻ പൊളിയാൻ സമ്മതിക്കൂല. അവൻ്റെ ഈമാൻ പൊളിയാതെ അള്ളാഹു സംരക്ഷിക്കാൻ ഒരു കാരണം ഉണ്ടാവും. ഓൻ കുടുങ്ങാൻ ആര് വന്നാലും ഏറ്റവും കൊണ്ടേക്കോ. റൈറ്റർ പറഞ്ഞത് എഴുതിയൊക്കെ മലയാളി എഴുതിയൊക്കെ പിന്നെ ജോൻ ആ അത്യാവശ്യം കാര്യം നടത്തണം കൊണ്ടേക്കെ വേഗം എന്ന് പറയുന്ന ആളാണ്. ഓനെങ്ങാനും പൊളിഞ്ഞാലോ ഓൻ ഇസ്ലാമിനെ ഓർത്തു പോകും. ഓനെ പിടിച്ചിക്കാൻ കഴിയില്ല. പിന്നെ കൽബിൽ എന്തുണ്ട്? റഹ്മത്ത് ഒരു ഉദാഹരണം കേട്ടോ. റഹ്മത്ത് ഒരു ഉദാഹരണം. ഇത് എൻ്റെ ഇജ്തിഹാദാ. എന്തോ ഒരു കാരണം ഉണ്ടാവും അതിന്. റബ്ബോന്റെ ഈമാൻ പൊളിയാതെ സംരക്ഷിക്കാൻ ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ അവന്റെ ഈമാൻ പൊളിയാതെ സംരക്ഷിക്കണമെങ്കിൽ പിന്നെ എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? ഹൈന മുതല്, സമ്പത്ത്. ഞാൻ അവനെ ദരിദ്രനാക്കിയാൽ ആ ദാരിദ്ര്യം അവന്റെ ഈമാനെ ഫസാദാക്കി നശിപ്പിച്ചു കളയും. ഈമാൻ തന്നെ പുറത്തു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശരി ശരി. വൈന്നമിനബാദി, എന്റെ അടിമകളിലുണ്ട് അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ എന്റെ അടിമകളിലുണ്ട് ചില ആളുകൾ ലാ യുസ്ലിഹു ഈമാനഹു, അവന്റെ ഈമാനെ നന്നാക്കുകയില്ല ഇല്ലൽ ഫഖർ, ദാരിദ്ര്യമല്ലാതെ. ഓ മുഅ്മിനാകണമെങ്കിൽ ഓൻ ദരിദ്രനാണ്. ഓ എന്നും ഒരു പ്രയാസമായിരിക്കും. ചിലപ്പോൾ ചില പീരിയഡ് അങ്ങനെ ഉണ്ടാവും. നമ്മളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ പൊളിഞ്ഞു. എന്തേ? അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണ്, അവിടെ പൊളിയണം. പൊളിഞ്ഞിട്ടില്ലെങ്കിൽ ആളും പാളും പിന്നെ വിരുന്നും സൽക്കാരുമായിട്ട് ഈമാൻ തന്നെയാണ് പോകും. അപ്പൊ അവിടെ പൊളിച്ച് വൈനമിൻബാദി. എന്റെ റസൻ മനസ്സിലാവുണ്ട് പറഞ്ഞത്. എനിക്കാണ് ഈ ഹദീസ് ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ചീരണി കൊടുക്കും. ചീരണി വാങ്ങിത്തരേണ്ട ഹദീസാ. മുസ്തഫ നബി പറയാം, ഒരുപാട് കിതാബുണ്ട് ഈ ഹദീസ്. ശ്രദ്ധിക്കണം, ഇത് മനസ്സിലാക്കണം. ഇതൊന്നും പേടിക്കണ്ട. ഇജ് കയ്യെ പൊന്തൽ കമ്മിയായ കരഞ്ഞോ. മറ്റത് ആരെ പ്രശ്നമാണ്? റബ്ബ്. മുതലാളി മുതലും തരാതിരിക്കലും ആരുടെ ചോയ്സ്? പറയാം, റബ്ബിന്റെ ചോയ്സ്. ചിലപ്പോൾ തരും, ചിലപ്പോൾ തരൂല. അവിടെ പൊളിയലായിരിക്കും നല്ലത്. എന്തേ പൊളിഞ്ഞ് അറിയില്ല. അങ്ങനെ മൂല്യന്മാരെ പോറ്റിയിട്ടും അങ്ങനെ കോളേജ് കൊടുത്തിട്ടും എത്തിങ്ങാൻ നോക്കും. എന്നിട്ടും പൊളിഞ്ഞ ഉസ്താദെ അവിടെ പൊളിയേണ്ടി വരും. കാരണം എന്തുകൊണ്ട്? എല്ലാ യത്തീംഖാന സമ്മേളനവും പിന്നെ കോളേജിന്റെ സമ്മേളനവും ഇവൻ എത്താത്തത് കൊണ്ട് കാത്തിക്കാണ്. അപ്പൊ ഇവൻ എന്ത് വന്നും ചെയ്ത് തിരിഞ്ഞില്ല. എന്ത് സമ്മേളനം തുടങ്ങിയ ആളുകളൊക്കെ എത്തി, എല്ലാവരും എത്തി. എന്നാലും സെക്രട്ടറിക്കും പ്രിൻസിപ്പാൾക്കും ഒരു പാറ്റിൽ ഒരു മെരുക് പായണമാതിരി പായ. എന്ത്? മൊലാളി എത്തിയിട്ടില്ല. മൊലാളി എത്തിയാലേ സമ്മേളനം. അപ്പോൾ ഒരു അൽഹംദുലില്ലാഹ് ഞാനെത്തിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, മൊലാളി എത്തിയാൽ. അപ്പൊ മൊലാളിക്ക് അവിടെ എന്ത് വന്നു? കിബിർ റിയാവ് വന്നു, കിബിർ വന്നു, കഴിഞ്ഞു. ഒപ്പനാരായി. ഇപ്പൊ ഈ 1000 ചാക്ക് അരി കൊടുത്ത നമുക്ക് ആരായി നമുക്കറിയില്ല. പിന്നെ തിരിച്ചു പിടിച്ചത് ആരാടാ? ഇബ്ലീസാടെ എങ്ങായി? എന്റെ വലിയ മലയാളി ആരായും പറയണെങ്ങായി? ഇബ്ലീസാണവും. എന്നിട്ട് ഓന്റെ ബൽപ്പത്തര പിന്നെ ആ സമ്മേളനമൊക്കെ പറയാം. ഓനുള്ള ബലിച്ചെറിഞ്ഞിട്ടുണ്ടോ? ഓൻ 100,000 കോടി കൊടുത്തിട്ട് 50 പൈസ റിക്കാർഡിൽ ഉണ്ടാവില്ല നാളെ. അപ്പൊ അള്ള ഓനാണ് പൊളിച്ച്. എന്തേ? അവൻ്റെ വല്യമ്മാൻ്റെ ദ്വാ ഉണ്ടാവും. പ്രസവിച്ച ദിവസം പഠിച്ചോനെ എൻ്റെ കുട്ടി സാലിയാടെ പിന്നെ മൊലാളിയായി. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. അവിടെ പൊളിയെങ്കിലും പൊളിഞ്ഞു. പിന്നെ ഒക്കെ പോയി. പിന്നെ നേരത്തെ കാലത്തെത്തിയാലും സമ്മേളനത്തിൽ എൻ്റെ മുന്നിലെ കസേര വരെ ഈ മൂല്യമാരോന് കൊടുക്കൂല, പുറത്തു പറയണ്ട. കാരണം പൈസ ഉള്ളവനെ കൊടുക്കുള്ളൂ, പുറത്തു പറയണ്ട. മൂല്യൊരു ഉദാഹരണം. മൂല്യരായാലും നാടനായാലും രാഷ്ട്രീയക്കാരായാലും ഒക്കെ ഒരു സുഖം പറയാൻ സുഖം മൂല്യരായതുകൊണ്ട് മൂല്യരെ തലയെ കിട്ടുകയുള്ളൂ. ഒക്കെ കണക്കാണ്, ഒന്നും വിചാരിക്കരുത്. മനസ്സിലായ പറഞ്ഞത്? പടച്ച തമ്പുരാനെ വിശ്വസിക്കണം. നിങ്ങൾ വിചാരണ്ടായി എനിക്കല്ലേ പറ്റുള്ളൂ, നിങ്ങൾ തന്നെ വിചാരം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായ. തലയെ കിട്ടിട്ടണം മൂമിനാന്ന് വിചാരിച്ചിട്ടുണ്ട. മൂട്ടും കുത്തി മേപ്പെട്ട് കുത്തിയിട്ട് 1000 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് മുഅ്മിനാവുന്ന് ഒരുത്തനും വിചാരിക്കണ്ട. ഇവിടെ നന്നാകണം, ചിന്താഗതി നന്നാകണം.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്താ നിങ്ങൾക്ക് ഒരു ശ്വാസം പോയ മാതിരി പറയണെങ്കിൽ പറഞ്ഞത് മനസ്സിലായോ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എടാ, മുതലാളി റബ്ബാന്ന് വിശ്വസിക്കാത്ത കാലത്തോളം എൻ്റെ ഈ തലയെ കെട്ടിനേക്കാൾ നല്ലത് കാട്ടുക്ക് വിറകിന് പോകുന്ന പെണ്ണിൻ്റെ തലയിലെത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. എന്തെന്നാ കാട്ടിൽ പോയി വിറകൊടുന്ന 4 ദിവസമെങ്കിലും കഞ്ഞിണ്ടാക്കല. വൈന്നമിനോടാതി എൻ്റെ ദാസന്മാരിലുണ്ട് അൽ മുഅ്മിനീന, ആരുമാണ് മുഅ്മിനീൻ, ലാ യുസ്ലിഹു ഈമാനഹു, അവൻ്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഫഖർ, ദാരിദ്ര്യമല്ലാതെ. വലു അഗ്നൈതുഹു, ഞാനെങ്ങാനും അവന് സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലഅഫ്സദഹു ദാലിക, ആ നിമിഷം നാശം. അവന് പിന്നെ ഈമാനില്ല, ഇസ്ലാമില്ല, പള്ളിയില്ല, മദ്രസയില്ല, ഒന്നുമില്ല. ഖാറൂനെ പോലെ ഉണ്ടോ? നോക്കാത്ത രക്ഷിക്കട്ടെ. മൂസാ നബിന്റെ മൂട്ടിൽ നടക്കിന് ഏതുവരെ? മലയാളിയാണ് വരെ. മലയാളിയായപ്പോഴോ ആ വഹിക്കില്ല. അപ്പോ നന്നായിരുന്നത് എന്താ? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദാരിദ്ര്യം. മൂസാ നബി പറഞ്ഞു ചെയ്തു, ദാരിദ്ര്യമാണ് ഖാറൂനെ നല്ലത്, ധനം വേണ്ട, ധനം വേണ്ട ഖാറൂനെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് കുറച്ച് മുതലിട്ടിയാൽ നിങ്ങൾ ദ്വാരക്കി. അവസാനം ദ്വാരുന്നു. പിന്നെന്തേ? എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യേ ഖാറൂനെ എന്ന് പറഞ്ഞു. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, പടച്ചോൻ തന്നല്ലേ. പടച്ചോനോ? എനിക്ക് ഇന്റെ കൈ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയല്ലേ. എടുക്കാറ്റ് ഏതാ സുഹൃത്തെന്നറിയോ? ഖസസ് ലാസ്റ്റാണ്. നോക്ക്. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്തെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്ക്, റബ്ബ് തന്നതല്ലേ ഖാറൂനേന്ന് മൂസാ നബി ഖാറൂനോട് പറഞ്ഞപ്പോൾ ഈ ഖാറൂൻ എന്തേ പറഞ്ഞേ? അള്ളാഹ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുത്തൂടെ, ഞാൻ എന്റെ കഴിവുകൊണ്ട് ഉണ്ടാക്കിയല്ലേ. ആയുസ് മുഴുവൻ മൂസാ നബിന്റെ മൂട്ടിൽ നടന്നോനവൻ. എന്ത് കിട്ടി? പറയങ്ങായി. മുതലാണോ വേണ്ടത് ഈമാനാണോ വേണ്ടത് തീരുമാനിച്ചു. അപ്പൊ തീരുമാനിച്ചു. പിന്നെ അല്ല, മുതലാണോ വേണ്ടത് ഈമാനാണോ വേണ്ടത്? ഈമാൻ. നമുക്ക് രക്ഷപ്പെടണ്ടേ? ചിലപ്പോൾ മുതലുണ്ടാവില്ല. നമ്മൾ മനുഷ്യനെ വിറ്റ് നാട്ടിൽ കടമ്പുട്ടേക്കും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. എന്നാലും മനസ്സിലായി പറഞ്ഞത് ഏതാ സുഹൃത്ത്? قال إنما أوتيته على علم عندي. അതെ, 78. ഇതിന് മുമ്പ് മൂസാ നബി പറയുന്നുണ്ട്, ولا تنس نصيبك من الدنيا واحسن كما احسن الله اليك. كما احسن الله اليك, നിനക്ക് അല്ലാഹു ഉപകാരം ചെയ്തതുപോലെ നീ ജനങ്ങൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്ക്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നടക്കട്ടെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കി നടക്കുന്നവരെ അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല. ഖാറൂനെ, അല്ലാഹു ചെയ്തു തന്നതുപോലെ എന്തെങ്കിലും ജനങ്ങൾക്കൊന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കാല അല്ലാഹു ആണ് ചെയ്തു തന്നത്. ഫായിലിനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കർമ്മണി പ്രയോഗ, ഇന്നമാ ഉതീതുഹു, എനിക്ക് ലഭിക്കപ്പെട്ടു എന്നാണ്. ആരെ പേര് പറഞ്ഞില്ല? നോക്കി ഞങ്ങൾ വലിയ രസമുണ്ട്. അതിന് മുമ്പുള്ള ഫായിലിന്റെ പേര് പറഞ്ഞു. ഇവിടെ ഫായിലിന്റെ പേര് തന്നെ ഇല്ല, ഇവിടെ മജ്ഹൂല, മറ്റേ മഅറൂഫായി പറഞ്ഞു മൂസാ നബി. എന്ത്? വഹ്സിൻ, നീ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്ക്. കമാ ഉറക്കെ പറ കുട്ടി, കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു ചെയ്തല്ലേ. അപ്പൊ അവിടെ ഫായിലിനെ ശരിക്കും പറഞ്ഞു കൊടുത്തു. ആര്? മൂസാ നബി. ഫായിലിനെ പറഞ്ഞേനല്ല. ഖാറൂൻ പ്രതിവചിച്ചു, ഇന്നമാ ഉതീതുഹു, എനിക്കിത് ലഭിക്കപ്പെട്ടത് അലാ ഇൽമിൻ ഇൻദി, എന്റെ അറിവുകൊണ്ടാണ്. ആരെ പേരില്ല. എന്തുകൂടി? മുതലുകൂടി, ചിക്കിളി കൂടി. പിന്നെ അവന് ആരെ ഓർമ്മ ഉണ്ടാവില്ല. പ്രശ്നം. ഇന്ന മിൻ ഇബാദി, എന്റെ ദാസന്മാർ അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ എന്റെ, അല്ലാഹു പറയാ, എന്റെ മുഅ്മിനീങ്ങളായ ദാസന്മാരിൽ ഉണ്ട് ചില ആളുകൾ ലാ യുസ്ലിഹു ഈമാനഹു, അവന്റെ ഈമാൻ നന്നാക്കുകയില്ല, ഇല്ലൽ ഫഖർ, ദാരിദ്ര്യം. എന്നും ദ്വാർക്കും ദാരിദ്ര്യവും. എന്തേ അങ്ങനെ പോണം? എന്നാലോ മൂമിനോ. ഇപ്പം ദ്വാർക്കുന്നുണ്ട്, പൈസ കിട്ടിയാൽ ദ്വാർക്കാൻ നേരം കിട്ടൂല. കച്ചവടം കൂടി കഴിഞ്ഞാൽ പിന്നെ ആണ്ട് പോകും. ചിലപ്പോൾ നല്ല അടിച്ച കച്ചവടം നടന്നുകൊണ്ടിരിക്കേണ്ട ഇടയിലേക്ക് പെട്ടെന്ന് പൊളിയാ. ഈ നല്ല വാപ്പാൻ്റെ മോനാണ്, നിസ്കാരവും ദായിമും ഓത്തും, മറ്റേ നേരല്ല. അപ്പം അല്ലാഹു തആല ഒരൊറ്റ കുഴിച്ചടിക്കൽ, പിന്നെ പള്ളിയല്ലാത്ത അഭയമല്ല. മറ്റത് പള്ളിയിൽ വരാത്ത എന്താന്ന് ഉസ്താദ് ചോദിച്ചാൽ എന്താ പറയാ? ഒഴിവില്ല ഉസ്താദ്, ബിസി അല്ലേ.
എന്നാ ശരിക്ക് അല്ല മജ്‌ലിസ് നൂറിന് നിങ്ങളൊന്ന് വരണം. എന്തതിന് ചെലവ് വരിക? അതിനെ പോത്തും പിന്നെ അതിൻ്റെ വാർഷികമാണ്, അതിൻ്റെ പോത്തും ഒരു 100 കിലോ അരിമ അത് ഞാൻ തരാം. അത് നിങ്ങൾ ബേജാറാണ്ട്, നിങ്ങളൊന്നൊന്ന് വരണം. ഞാൻ എവിടെയാണ് ഉണ്ടാകുക എനിക്ക് തന്നെ അറിയില്ല. ഞാൻ രാവിലെ കാനഡയിലാണെങ്കിൽ ഉച്ചക്ക് ഫ്രാങ്ക്ഫർട്ടിലാണ്. എൻ്റെ ആ ജാതി പാച്ചിലായി. അവസാനം ഫ്രാങ്ക്ഫർട്ടില്ല, പറയാ കാനഡയില്ല, ഒരടിയില്ല, ഒന്നുമില്ല, ഒരടിയില്ലാതെ. അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ മതിയായിക്ക് പരിഹരിക്കാൻ സമ്മതിക്കൂല. പിന്നെ ആരും കുറ്റം പറയാതെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെ? പള്ളി. അവിടെ പോയി ഉത്തരവും. പെണ്ണുങ്ങൾ എന്ത് പറയും? ആ അള്ളാഹ് മുതലെന്ന കാലത്ത് കുതിര വിട്ടിട്ടല്ലേ, മര്യാദയ്ക്ക് ഒരു 10 റുപ്യ ഞാൻ ചോദിച്ചിട്ട് കഴിക്കില്ല. അളിയൻ അതിൻ്റെ ഇടയ്ക്ക് വന്നാണ് എന്തോ കീസിലാക്കി അരിയും കൂട്ടാൻ വെക്കാനും അളിയൻ പോളം ആങ്ങളെ കൊണ്ടേ കൊടുത്തു. ഓനൊരു അസ്സലാമു അലൈക്കും സിറ്റ് ഔട്ടിലിരിക്കുന്നു. ഇവന് പറഞ്ഞില്ല. എന്തേ? ഇവനാ അസ്സലാമു അലൈക്കും മാത്രമൊന്നും ഇല്ലാന്ന് ആർക്കറിയാം? അളിയനറിയാം. ഇനി ഓന് സലാം ഉണ്ടായാലും പാടില്ല, ഉണ്ടായിട്ടില്ല പാടില്ല. ഇന്നെ മര്യാദയ്ക്ക് നല്ലത് എന്താണ്? അപ്പൊ ബിസി ഇല്ല, കാനഡയില്ല, ഒരടയില്ല, പള്ളി പോയി കുതിർന്നു. മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ ആവും പകലും കരച്ചില്ല. ഇവൻ നല്ല വാപ്പാൻ്റെ മകന, ഇവൻ്റെ ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. ഈ മുതൽ കൊണ്ട് പോകുകയാണെങ്കിൽ ഓൻ്റെ ഈമാൻ നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഇരുന്നു. പല മൂല്യന്മാർക്ക് പൈസ കൊടുത്തു, എന്തൊക്കെ ചെയ്തു, മദ്രസിനോർക്കരഞ്ഞു, ഒക്കെ ചെയ്തു. ഖുർആൻ ഓതി കരഞ്ഞു, മിമ്പറിന്റെ കാല് പിടിച്ച് കരഞ്ഞു, ഒക്കെ കരഞ്ഞിട്ടും ഇവൻ മരിക്കണത് വരെ ദാരിദ്ര്യം മാറിയില്ല. പിന്നെ 1-2 കുട്ടികൾ അന്ന് 2 മാസത്തിനുള്ളിൽ ഗൾഫ് പോയി, നല്ല ജോലി കിട്ടി. ആ കൊല്ലം കോടിക്കണക്കിന് റുപ്യ കടം വീടി. അതിന്റെ കടം വീടിയിട്ട് നേരത്തെ വീടിയാൽ പിന്നെ നാശവും. നിങ്ങൾ ഇവിടെ ഉണ്ടോ അല്ലേ? മനസ്സിലുണ്ട് പറഞ്ഞ. അപ്പൊ ഒന്നിനും ബേജാറാകണ്ട. ഇത് കമ്മി വന്നാൽ പേടിച്ചാൽ മതി. ഇത് കമ്മി വന്നാൽ നമ്മൾ റബ്ബ് ഉറക്കെ പറയുന്നായി. നമ്മൾ ദരിദ്രനായതുകൊണ്ട് റബ്ബ് നമ്മൾ അകറ്റൂല, നമ്മൾ മുതലാളി ആയതുകൊണ്ടും അകറ്റൂല. ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയും മൂമിനാണ്, ലോകത്തെ ഏറ്റവും വലിയ ഫഖീർ മൂമിനാണ്. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഏറ്റവും വലിയ അത്ഭുതം. മനസ്സിലായില്ല? ലോകത്തെ ഏറ്റവും വലിയ മുതലാളി സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാം മൂമിനാണ്. ലോകത്തെ ഏറ്റവും വലിയ ദരിദ്രൻ മൂമിനാണ്. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ആരാന്നറിയോ? ആരാ? ആധുനിക ലോകം കണ്ട, ഒരു നിരക്ക് ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി ആരാന്നറിയോ? ആരാ? പറഞ്ഞിട്ടുണ്ട്. മാൻസ മൂസ. ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി മാൻസ മൂസയാണ്. മാൻസ മൂസയെക്കാളും വലിയ ഒരു മുതലാളി ലോക ചരിത്രത്തിലില്ല. മുഅ്മിന ഹജ്ജിന് പോയി വന്നപ്പോഴത്തിന് 1000-ഓളം നാടുകൾ, 1000-ഓളം പള്ളികൾ ഉണ്ടായി. ആ ഏരിയ മൊത്തം മുതലാളിയായി. ആ ഏരിയയിലെ മൊത്തം ദാരിദ്ര്യം അത്രയും വലിയ മുതലാളി. ഒരു ഹജ്ജിന് പോയി വന്നപ്പോഴത്തിന് അതിനിടയിൽ എത്ര 1000 പള്ളി ഉണ്ടായി. ആ ഏരിയ പഠിച്ചു നോക്കി മാൻസ മൂസയുടെ ചരിത്രം. AD 13-ാം നൂറ്റാണ്ടാണ് എന്നാ എൻ്റെ ഓർമ്മ എന്ന് പറയാം. മാൻസ മൂസ AD 13-ാം നൂറ്റാണ്ടിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും വലിയ മുതലാളി. അയാൾ മൂമിനാണ്. മാലിക്കാരനാണ്, ആഫ്രിക്കക്കാരനാണ്. മനസ്സിലാവണ്ടോ പറഞ്ഞത്? ഇനി നമ്മൾ പഠിച്ച ഏറ്റവും വലിയ മുതലാളി സയ്യിദ് സുലൈമാന, അത് മൂമിന. ലോകത്തെ ഏറ്റവും വലിയ ദരിദ്രൻ സയ്യിദ് ഈസയ, അത് മൂമിന. അപ്പോഴൊക്കെ ദാരിദ്ര്യം കൊണ്ട് മനസ്സിലാവണ്ട് പറഞ്ഞ ദരിദ്രനായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ധനാഢ്യനാവും പ്രശ്നമില്ല. പക്ഷെ നമ്മളെപ്പോലത്തോൽക്ക് പ്രശ്നമാണ്. നമ്മളെപ്പോലത്തോൽക്ക് ചിലപ്പോൾ മുതലാളിയായ നാശവും, ചിലപ്പോൾ ദരിദ്രനായാൽ നാശവും. അപ്പൊ അതിന്റെ ഇടയിൽ അല്ലാഹു തആല നമുക്കൊരു മസ്ലഹത്ത് ചെയ്യും. ഇന്റെ മസ്ലഹത്തിന് കാരണം നാട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ട്, എല്ലാം ദ്വാർപ്പിക്കും. ബാപ്പ ഭാര്യക്ക് പള്ളിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു സാലിയ കുട്ടി ജനിക്കണം, നിങ്ങൾ ദ്വാർക്കണം. പല ആളുകളെ കൊണ്ടും ദ്വാ ചെയ്യിപ്പിക്കും. പല ആളുകളും. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ വാപ്പൻ എന്നോട് പറഞ്ഞതാ, ബഹുമാനപ്പെട്ട മാടവന ബൂക്കർ മുസ്ലിയാറിനെ മർക്കതവും മലയാളക്കര കണ്ട ഏറ്റവും വലിയ ഔലിയാക്കന്മാരിൽ ഒരാളായിരുന്നു മാടവന മുടിക്കല ബൂക്കർ മുസ്ലിയാർ. അടുത്ത് പോയി ദ്വാ ചെയ്യിപ്പിച്ചു എന്ന് വാപ്പനോട് പറഞ്ഞു. ഒരു പക്ഷേ ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാനിരിക്കാനുള്ള കാരണം അതായിരിക്കാം. അങ്ങനെ പലതും ഉണ്ടാവും. നമ്മുടെ വാപ്പാരും വലിയപ്പാരും ഒക്കെ ഇതൊക്കെ മറക്കും ചെയ്യരുതിട്ടാ. അവനാനൊരു കുട്ടി ഉണ്ടാകാനും ഉണ്ടായ കുട്ടി സ്വാലിയാകാനും സ്വാലിയങ്ങളൊക്കെ ഉണ്ടായാലും ഒക്കെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അല്ലാഹു നമ്മളെ അവരെയൊക്കെ നന്നാക്കി തരട്ടെ. ചില ആളുകൾക്ക് ഈ സമ്പത്ത് ഉണ്ടായാൽ ഈ ഇത് കാരണം ഇനി ഇതിനിടയിൽ ഇങ്ങനെ കളിക്കും. ചിലപ്പോഴോ ദാരിദ്ര്യം അങ്ങനെ നിലനിർത്തും, ചിലപ്പോൾ സമ്പത്ത് നിലനിർത്തും. അതാണ് ഹിക്മത്താണ്. വല്യമാന്റെ ദ്വാ, വല്യപ്പാന്റെ ദ്വാ, പാപ്പാന്റെ ദ്വാ, നാട്ടുകാരുടെ ദ്വാ, അല്ലെങ്കിൽ ആ കുടുംബം നാശാൻ പാടില്ല, അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനെ ഒറ്റ ഹദീസ് ഒറ്റ വാക്കും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഹദീസ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം.
ബാക്കി അടുത്ത ക്ലാസ്. ഇന്ന മിൻ ഇബാദി, എൻ്റെ അടിമകളിലുണ്ട് മൻ ചില ആളുകൾ ലാ യുസ്ലിഹു ഈമാനഹു, അവന്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഗിനാ, സമ്പത്തല്ലാതെ. വലൗ അഫ്ഖർതുഹു, ഞാൻ അവനെ ദരിദ്രനാക്കിയാൽ ല അഫ്സദഹു ദാലിക, ആ ദാരിദ്ര്യം അവന്റെ ഈമാനെ ഫസാദാക്കി കളയും. വ ഇന്ന മിൻ ഇബാദി, എൻ്റെ ദാസന്മാരിലുണ്ട് അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ദാസന്മാരിൽ തന്നെയുണ്ട് മൻ ചില ആളുകൾ ലാ യുസ്ലിഹു ഈമാനഹു, അവന്റെ ഈമാനെ നന്നാക്കുകയില്ല, ഇല്ലൽ ഫഖർ, ദാരിദ്ര്യമല്ലാതെ. വലൗ അഗ്നൈതുഹു, ഞാൻ അവനെങ്ങാനും സമ്പത്ത് കൊടുത്താൽ ല അഫ്സദഹു ദാലിക, ആ സമ്പത്ത് അവന്റെ ഈമാനെ നശിപ്പിച്ചു കളയും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ നമുക്ക് കുറച്ച് കുഴപ്പം വന്നു, ഇതിനൊന്നും പേടിക്കണ്ട. സാധാരണ ആളുകൾ പറയുന്നത് കച്ചവടം പൊളിഞ്ഞു ഉസ്താദേ. അതല്ല പ്രശ്നം. എൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാ? മര്യാദയ്ക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ഒരു സ്ത്രീ ആയിരിക്കണം എനിക്ക് പിന്നെ ദുബായിൽ നിന്നോ മറ്റോ മെസ്സേജ് അയച്ചു. എൻ്റെ ഭർത്താവ് ജയിലിലാണ്, 11 കോടി കടമാണ്, 11 കോടി കടമാണ്. എൻ്റെ ഭർത്താവ് ജയിലിലാണ്. ഇപ്പോൾ ദുആ ചെയ്യണ്ടേ, എനിക്ക് നിസ്കരിക്കാൻ വരെ കഴിയുന്നില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടാവും, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതാണ് പ്രശ്നം. എന്താണ് പ്രശ്നമല്ല, 11 കോടിയൊക്കെ അള്ളാഹ്, 110 കോടി അള്ളാഹ് എന്തൊക്കെ പ്രശ്നമാണ്. അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് വീട്ടാൻ ആർക്ക്? എൻ്റെ വഴി കാണിച്ചു തരേണ്ടത് ആരാണ്? വഴി കാണിച്ചു തരേണ്ടത് അള്ളാഹുവാണ്. ഒരു പാട്ടം കൊട്ടെടുക്ക്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അള്ളാഹു മനുഷ്യൻ തമ്മിൽ ഒരു ഉദാഹരണം കാണിച്ചാൽ ക്ലാസ് അവസാനിപ്പിക്കും. അല്ലെങ്കിൽ അത് വേണ്ട, ഈ വെള്ളപ്പാത്രം കയറി വാ. ഈ വലിയ അതെ പൊക്ക്. അതിൻ്റെ കോർക്ക് എവിടെ? പൊക്കി പിടിക്കുക. അതോടൊക്കെ അമ്മൂടിയോ ഇത് പൊക്കി പിടിക്കേ അടക്ക്. ഞാൻ ശരിക്കും അടക്കടോ. ശരി, അപ്പം 11 കോടി കടം എന്ന് വെക്കുക. 11 കോടി കടം. പരിഹാരം പറഞ്ഞുതരാം. പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരാണ്? എങ്ങനെ അള്ളാഹു പരിഹാരം ഉണ്ടാക്കുക? എങ്ങനെ ആയിരിക്കും അവർ? എന്തെങ്ങനെ? അതാര് തീരുമാനിക്കും? ഇതിനുള്ളിൽ 10,000 ഉറുമ്പ് പെട്ടുപോയി എന്ന് സങ്കല്പിക്കുക. ഇതിനുള്ളിൽ കോർക്കിട്ട് അടച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്തുണ്ട്? 10,000 ഉറുമ്പ് പെട്ടുപോയി എന്ന് സങ്കല്പിക്കുക. ഈ ഉറുമ്പുകൾക്ക് ഒരു സുഷിരം പോലും ഇല്ല അതിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ. ആണോ അല്ലേ? എന്താണ് രാവിലെ വന്ന് നോക്കി മനസ്സിലാണ്ട് പറഞ്ഞത്? ഞാൻ എല്ലാവരോടും പറയലുണ്ട്, എൻ്റെ പുര വിറ്റിട്ട് എൻ്റെ കടം വീടാൻ തൗഫീക്ക് തരണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഊരൊക്കെ 2 ചവിട്ട് കൊടുക്കും. പുര വിറ്റ് കടം വീട്, പിന്നെ പെണ്ണുങ്ങൾ കുട്ടികളോട് പോവുക. ഇങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് പുര വിറ്റാലും വേണ്ടിയില്ല. റബ്ബിന് എഞ്ചിനീയർ ആണ്ട, ഇത് എഞ്ചിനീയറായി കൊടുക്കലാണ്. എന്തിൻ്റെ പറമ്പ് വിറ്റ് കടം വീടാൻ തൗഫീക്ക് തരണേ റബ്ബേ. അപ്പം ഇജ്ജ് എഞ്ചിനീയറാക്കി കൊടുത്തു. ആർക്ക്? അപ്പം എൻ്റെ പണിക്കാരനാണ് ആര്? റബ്ബ് പണിക്കാരനാണ്. ഇജ്ജ് വരച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് വെക്കേണ്ടത്. എൻ്റെ ആ കേക്കം പുറത്ത് 15 സെൻറ്റും ഇവന് 33 സെൻറ്റും അവിടെ 42 സെൻറ്റും കൂടി വിറ്റിട്ട് എൻ്റെ കടം വീടാൻ. അപ്പം ഇജ്ജ് എന്ത് ചെയ്യാണ്? പ്ലാനിങ്. അള്ളാൻ്റെ പണിക്കാരൻ. അയ്യയ്യേ, ഇതെത്തിനാടാ മേപ്പെട്ട് മൂടും കുത്തി കിടക്കണം വെറുതെ. ഇതിൽ 10,000 ഉറുമ്പ് പെട്ടാൽ ഉറുമ്പിനെ രക്ഷപ്പെടാൻ യാതൊരു പഴുതും ഇല്ല. ഇതാണ് മനുഷ്യൻ. എന്നാൽ ഇതിനൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥനെ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അത് ചെയ്യാൻ ആർക്ക് കഴിയൂല? ഉറുമ്പിന് കഴിയൂല. ഇതാ ഉടമക്കാരൻ, ഇതാണ് റബ്ബ് എടുക്കണ പണി. ഇതാ 1 മിനിറ്റ് ഒരൊറ്റ ഉറുമ്പിലുണ്ടാവില്ല. 10,000 ഉറുമ്പിന് ചാടാൻ മാത്രമുള്ളത് വരേണ്ടത്. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതന്നെ നമ്മൾ വാക്ക് വരച്ചു കൊടുക്കണ്ട. നമ്മളെ കൈ പൊന്തിയാൽ മതി. പരിഹാരം ആരുണ്ടാക്കും? ചിലപ്പോൾ ആ കൊല്ലുണ്ടാക്കൂല, ചിലപ്പോൾ മരിക്കണവരുണ്ടാക്കൂല. എന്നാലും കൈ താഴ്ത്തരുത്. എന്തുകൊണ്ട്? അതിന് ഡേറ്റ് നിശ്ചയിക്കേണ്ടതും ആരാണ്? എന്നാണ് കടം വീടേണ്ടത്, എന്നാണ് പ്രയാസം തീരേണ്ടതിന് ഡേറ്റ് നിശ്ചയിക്കേണ്ടത് റബ്ബാണ്. നിനക്ക് ഈ പ്രയാസമായിരിക്കും മസ്ലഹത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ദ്വാരന്നിട്ടും എൻ്റെ കടം വീടിയിലാണ്. പഠിച്ചോൻ എൻ്റെ ഇതെന്താ മനസ്സിലായില്ല? ഇത് കയറ്റിറക്ക് തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നമാണ്. നമ്മളാണ് പറഞ്ഞാൽ റബ്ബണ് തരിക. വിചാര നിനക്ക് പറഞ്ഞിടേണ്ട ബാധ്യതയേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകും. പിന്നെ
നമുക്ക് കടം വന്നിട്ടുണ്ടെങ്കിൽ കാരണക്കാരൻ ആരാണ്? അല്ലാണോ? അല്ലടോ. മാല മയക്കത്തെ സദാ സൂക്ഷിച്ച് ചെലവഴിച്ചാൽ കടം ഉണ്ടാകുന്നല്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. കടം ഇന്ന് കൊടുത്ത് നാളെ വാങ്ങാനുണ്ടാവുള്ളൂ. എന്താ പറഞ്ഞേ? അപ്പൊ കടം വരുത്തിയത് ആരെന്നെ? ഇജന്നെ. പക്ഷെ രക്ഷപ്പെടുത്തേണ്ടത് ആര്? അല്ലാ. എന്തുകൊണ്ട്? നമ്മൾ മനസ്സിലായില്ല. അകത്ത് വൃത്തികേട് ഉണ്ടാക്കിയത് കുട്ടി, പക്ഷെ ഇനി വൃത്തികേട് ഉണ്ടാക്കാൻ കുട്ടി കഴിയില്ല. അതും വേണം. കുട്ടിക്ക് എന്തേ കഴിയുള്ളൂ? മൂത്രിച്ച് കാഴ്ചിച്ച് മെഴുകി കഴിഞ്ഞാൽ നിറകരിയ. അല്ലാതെ കിണറ്റിങ്ങ പോയി വെള്ളം കൊണ്ടുവന്ന് വൃത്തിയാക്കാൻ കുട്ടി കഴിയോ? 6 മാസമായ കുട്ടിക്ക് എന്താടോ എന്താ കുട്ടിക്ക് എന്താ? കുട്ടി എടുക്കുന്ന പണി എന്താ? തീട്ടത്തിലും മൂത്രത്തിലും മെഴുകുക. ഉമ്മ എടുക്കുന്ന പണി എന്താ? വൃത്തിയാക്കുക. നമ്മൾ കടണ്ടാക്കുക. വീട്ടേണ്ടതാര്? പിന്നെന്താ? നമ്മളെ പണി എന്താ? കടണ്ടാക്കല്. അള്ളാന്റെ പണി എന്താ? ഇതിൽ 33 പറഞ്ഞാല നമ്മളെ പണി എന്താണ്? നമ്മളെ പണി എന്താ? തെറ്റ് ചെയ്യുക. അള്ളാന്റെ പണി എന്താ? പുറത്തു തരിക. ഞാൻ വിചാരിച്ച തെറ്റി നടക്കണ്ട. തെറ്റ് ചെയ്യും. ഞാൻ മനുഷ്യനല്ലേ, ഞാൻ തെറ്റ് ചെയ്യൂലേ പഠിച്ചോനെ? അങ്ങനെ അറിയാം. ഞാൻ തെറ്റ് ചെയ്യും. ഞാൻ മനുഷ്യനാണല്ലോ. ഇതിനെ മനുഷ്യനായിട്ട് പഠിച്ചില്ലേ? ഞാൻ നബി അല്ലല്ലോ, ഞാൻ സാധാരണ മനുഷ്യനല്ലേ. ഞാൻ ജിബിരിയല്ലോ. ഞാൻ തെറ്റ് ചെയ്യും. ശരി, ഓഫൂറാണ്. ജിന്നെ നോക്കി വിധിക്കണ്ട, നെന്നെ നോക്കി വിളിച്ചളാം. നമ്മൾ ഇപ്പൊ തുറന്നല്ലോ. ഞങ്ങൾ നോക്കി വിധിക്കണ്ട, നെന്നെ നോക്കി വിളിച്ചളാം. അതൊക്കെ പറഞ്ഞത് മനസ്സിലായ ഒക്കെ ആർക്ക് വിടുക? അല്ലാ. ഉറുമ്പിന്റെ പണി എന്താ? ഇതിനുള്ളിൽ കയറി കൂടുക. ഓണമക്കാരന്റെ പണി എന്താ? കൊറേ നേരം ഒന്നും തുറന്നു കൊടുക്കുക, പിന്നെ പൂട്ടും. അന്തല്ലാത്ത ഉറുമ്പ്, ആ കയറി പുറത്ത് ചാടി എറുമ്പ് അന്തല്ലാതെ പിന്നെ എങ്ങനെ ആടും? പിന്നെ കയറി. അപ്പൊ പിന്നെ ഒന്നുകൂടി തുറക്കും. മനസ്സിലായോ പറഞ്ഞത്? നിനക്കും എനിക്കും അന്തണ്ടെന്ന് തോന്നുന്നുണ്ടോ? അന്തമുള്ളവർക്ക് ഇവിടെ എണീറ്റ് പോകാം. ഒരൊറ്റൊന്നും അന്തല്ല. ആർക്കട അന്തമുള്ളത്? അന്തമുള്ള ഒരു മനുഷ്യൻ ഭൂമിയിൽ കഴിഞ്ഞു പോയത് മുഹമ്മദാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് അങ്ങനെ പറഞ്ഞു, സ്തുതിക്കപ്പെടേണ്ടവൻ. ഞമ്മക്കൊക്കെ പിന്നെ പേര് മുഹമ്മദ് എന്ന് പറയുന്നത് നല്ലതാ. നമ്മൾ യഥാർത്ഥ മുഹമ്മദ് അല്ല. അന്തല്ല. അന്ത ആർക്കടുള്ളത്? ഈ ഭൂമിയാവിൽ ആർക്കട അന്തമുള്ളത്? നമ്മൾ അന്തല്ലാത്തവരാ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കൂടും. ഇറക്കി തരേണ്ടവൻ ആരാ? എഞ്ചിനീയർ ആകണ്ട. ഒരു പ്രശ്നം. ഇവിടെ ഒരു ഉറുമ്പ് പോയി കിടന്നുറങ്ങി. ഇപ്പൊ ഇത് തുറക്കണില്ല. ഓൻ കിടന്നുറങ്ങിയാൽ നീ തുറക്കണ വരെ കണ്ടെത്താൻ അവന് ഓൻ അവിടെ കിടന്ന് ചാണ്ടി വരും. ഉറുമ്പിന് ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട ഇനി പറയാൻ പണി എന്താ? അത് ഉറുമ്പ് പറയുന്നുണ്ടാവും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ദ്വാരക്കണ്ട പൊയ്ക്കോളി, ഒരു കുഞ്ഞൻ ഉറുമ്പ് അതിൻ്റെ കൈകളിൽ പൊക്കിയിട്ട് ദ്വാ ചെയ്യുന്നത് ഞാൻ കണ്ടു. എത്രയും പെട്ടെന്ന് മഴ പെയ്യും, വേഗം വീട്ടിലേക്ക് മടങ്ങിക്കോളൂ, നിങ്ങളെ ദ്വാ വേണ്ട. ഒരു കുഞ്ഞൻ ഉറുമ്പിന്റെ ദ്വാ കൊണ്ടാണ് ഇന്ന് മഴ പെയ്യുക എന്ന് ആര് പറഞ്ഞു? സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. പേടിക്കണ്ട, ഉറുമ്പിനും എന്തുണ്ട്? ദ്വാ ഉണ്ട്. على النبي صلى الله لا إله إلا الله. സുബഹി നേരം വൈകുന്നത് കൊണ്ട് തുടങ്ങാൻ ഒരു 15 മിനിറ്റ് നേരം വൈകുകയാണ്. അത് അവസാനിക്കുമ്പോഴും ഉണ്ടാകും. എന്നാലും 7 മണിക്ക് തന്നെ എല്ലാവരും എത്ര ഞാൻ മൂത്തേർന്ന് എത്തിയപ്പോൾ തന്നെ 10 മിനിറ്റ് നേരം വൈകി. ഇപ്പോൾ ക്ഷമിക്കണം. അൽ ഫാത്തിഹ.